നമസ്കാരം. ഇന്നത്തെ ഈ സെഷനിൽ നമ്മുടെ ഒപ്പമുണ്ട് ശ്രീ കെ എൽ മോഹനവർമ്മ സർ. ഇന്നത്തെ ഈ പ്രോഗ്രാം സാറിൻ്റെ ഒരു അഭിപ്രായം തേടാൻ വേണ്ടി നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷൻ ഒരു പുതിയ പദ്ധതിയുമായിട്ട് മുമ്പിലോട്ട് നീങ്ങുന്നുണ്ട്. മെറൈൻ ഡ്രൈവിനെ ഒരു സ്ട്രീറ്റ് വെൻഡിങ് സോണാക്കി മാറ്റി അവിടെ ഏകദേശം 200-300 ആൾക്കാരെ, സ്ട്രീറ്റ് വെൻഡേഴ്സിനെ അവിടെ പാർപ്പിക്കുന്നു. ഡെയിലി വെൻഡിങ് അനുമതി കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു സംഭവമാണ്. ആ മെറൈൻ ഡ്രൈവിൽ ഉള്ള വ്യാപാരികൾ ആദ്യമേ ബുദ്ധിമുട്ടുന്നു. പാർക്കിംഗ് ഇല്ല, ട്രാഫിക് ബ്ലോക്ക്, ഇച്ചിരി മഴ വന്നു കഴിഞ്ഞാൽ അവിടെ ഫുൾ നടപ്പാതയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു പദ്ധതി അവിടെ കൊണ്ടുവരുന്നത് എത്രത്തോളം സയൻറ്റിഫിക് ആണ്? സോ സാറിൻ്റെ അഭിപ്രായം ഇതിനെപ്പറ്റി. സാർ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്, കണ്ടിട്ടുണ്ട്, ഒത്തിരി പ്രോഗ്രാം നമ്മൾ നടത്തിയിട്ടുണ്ട്. സാറിൻ്റെ അഭിപ്രായം എങ്ങനെയാണ് ഇതിനെപ്പറ്റി, ഈ പദ്ധതിയെപ്പറ്റി? താങ്ക്സ് ഫോർ കോളിംഗ്. ഞാൻ ഇതേക്കുറിച്ച് കേട്ടിരുന്നു. കൊച്ചി ഇന്ന് ലോകത്തിൻ്റെ ശ്രദ്ധയാകർഷിച്ചൊരു നഗരമായി വളരുകയാണ്. ഇത് പലതരത്തിലും കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യത്യാസത്തിലെ ഒരു പ്രധാന പോയിൻ്റാണ്. ഏത് തരത്തിൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, ഓൾ ദീസ് തിങ്സ്. അപ്പോൾ എന്ത് പറ്റൂ, നമ്മളുടെ ഈ ഗ്രേറ്റ് കൊച്ചിൻ, പ്രത്യേകിച്ചും കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, അവിടെയൊക്കെ നമ്മൾ ഓരോ പ്ലാനുകൾ ഇടുമ്പോൾ അതിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു 10 കൊല്ലം കഴിഞ്ഞ് എന്തായിരിക്കും എന്നുള്ള സ്ഥിതി കൂടെ നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. ഇവിടെ വന്നിരിക്കുന്നത് ഇതിൻ്റെ മുമ്പിൽ ഇപ്പം ഈ ചെറിയ പെട്ടിക്കട അല്ലെ ഇങ്ങനെയുള്ളത് വരുമ്പോൾ ഇറ്റ് അഫക്ട്സ് ദ ടോട്ടൽ കൺസെപ്റ്റ്. അതായത് ഇവരുടെ ഏത് ബിസിനസ് നടത്തിയാലും ബിസിനസ് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം, അതിന് പുതിയ മാർക്കറ്റിംഗ് സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ശ്രദ്ധ വേണം, അത് സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. ഇപ്പം നമുക്കറിയാം, മിക്കവാറുമുള്ള വലിയ സിറ്റികളിലൊക്കെ തന്നെ ഇതുപോലുള്ള പ്രോബ്ലം എല്ലായിടും ഉണ്ടായിരുന്നു. അവരത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മാത്രമല്ല, സാധാരണ ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഇവിടെ തന്നെ ടിബറ്റൻ റെഫ്യൂജീസിൻ്റെ അത് നമ്മൾ സെപ്പറേറ്റ് ഏരിയയിലേക്ക് മാറ്റിയായിരുന്നു. അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ യു ഗെറ്റ് ഇൻ ദെയർ. അവിടുത്തെ പാർക്കിങ് ബാക്കിയുള്ള കാര്യങ്ങൾ സെപ്പറേറ്റാണ്, അതുമായിട്ട് ഇതൊരു ബന്ധമില്ല. അത് ഇവിടുത്തെ മാർക്കറ്റിങ്ങിനെ ഒരിക്കലും ബാധിക്കില്ല. ഇന്നത്തെ സെയിൽസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിന് നഷ്ടം ഇല്ലാതെ മുമ്പോട്ട് പോകാനും വലുതാകാനുമുള്ള സാധ്യതകൾ നിലനിർത്തണം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട, തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ എക്സ്പെർട്സുമായിട്ട് ഒരു റീതിങ്കിങ് ഉണ്ടാവാനുള്ള ഒരു ഫോറം ഉണ്ടാക്കണം. അങ്ങനെയുള്ള ഫോറം ഉണ്ടെന്നുള്ളതും എനിക്കറിയാം. അൾട്ടിമേറ്റ്ലി എല്ലാവരുടെയും എന്താ ലക്ഷ്യം? നല്ല കാര്യങ്ങൾ നടക്കണമെന്നല്ലേ. ആരും നെഗറ്റീവായിട്ട് ചിന്തിക്കില്ല, അത് തീർച്ചയാണ്. പക്ഷേ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ആ വരാൻ പോകുന്ന മാറ്റങ്ങളെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ച് അത് നമുക്ക് വേണം. അത് സംഭവിക്കും. അതിനുള്ള എന്ത് സഹകരണവും എന്ത് ആശയ വിനിമയത്തിനുള്ള ഇതും എൻ്റെയോ എൻ്റെ സുഹൃത്തുക്കളുടെയോ അറിവിലുള്ള എല്ലാം നൽകാനും നമ്മൾ തയ്യാറാണ്. ഞാൻ അറിയുന്നത് മെറൈൻ ഡ്രൈവ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ എന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരോടൊപ്പം അവരുടെ ആശയങ്ങളുമായി സഹകരിക്കുന്നതിനും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല, ഏത് തരത്തിലുള്ള പോസിറ്റീവായ അപ്രോച്ച് നമുക്ക് വേണം. ഈ സംഘടനയ്ക്കും അത് ഉണ്ടെന്ന് എനിക്ക് തീർച്ചയുണ്ട്. അവർക്കും എല്ലാ നന്മകളും നേരുന്നു. ഞാനെപ്പോഴും അവരോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി.